ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്നത്, ഞാൻ വേറെ വീഡിയോ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട്, എന്നാലും ഫുള്ള് പറയത്തില്ല കേട്ടോ. അപ്പം നമ്മളിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ഭയക്കും. പുറമേ നിന്ന് നമുക്ക് വാങ്ങിക്കുന്ന വെള്ളം, ഇപ്പോൾ എല്ലാവരും കുപ്പിയിൽ ഉള്ള വെള്ളമൊക്കെയാണല്ലോ വാങ്ങിക്കാറ്. പണ്ട് കാലത്ത് അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മൾ കിണറ്റിൽ നിന്ന് കോരിയെടുക്കുക, ആ വെള്ളം ഒരു പാത്രത്തിലൊഴിച്ച് നമ്മൾ അടുക്കളയിൽ കൊണ്ടുവയ്ക്കുക. അതിൽ നിന്ന് നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാൻ ചെറിയ പാത്രങ്ങൾ കാണും അല്ലേ, ജഗ്ഗുകളൊക്കെ, അതിലൊക്കെ ഒഴിച്ച് വയ്ക്കുക. അല്ലാതെ അത് തിളപ്പിച്ച് ഉപയോഗിക്കുന്ന ഒരു ശീലം പണ്ട് കാലത്തും ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുള്ളതെന്ന് വെച്ചാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇൻ്റർവെൽ സമയത്ത് തൊട്ടടുത്തൊരു വീടുണ്ട്. ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ്, കിണർ ഉണ്ട്, തൊട്ടിയും അവിടെ അടുത്ത് തന്നെ കാണും. നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നു, അവിടെ അടുത്ത് കപ്പും വെച്ച് കാണും. പിള്ളേരെ ഉദ്ദേശിച്ചാണ് അങ്ങനെ വയ്ക്കുന്നത്. കപ്പിൽ കോരി കുടിക്കുക, ആ വെള്ളം നേരിട്ട് കുടിക്കുക. അതിലും നമ്മൾ ഒന്നും വേറെ ഒന്നും നമുക്കങ്ങനെ അസുഖങ്ങളെക്കുറിച്ച് ചിന്തയില്ല. അങ്ങനെ വെള്ളം കുടിച്ചിട്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നീട് ഈ ശീലം മാറുകയാണ്. അതായത് നമ്മുടെ ഒറിജിനൽ, നമ്മുടെ ശുദ്ധമായിട്ടുള്ള കിണറ്റിൽ നിന്നുള്ള ആ ശുദ്ധമായ വെള്ളത്തിൽ ഒരുപാട് മിനറൽസ് ഉണ്ട്. നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റുകൾ ആ വെള്ളത്തിലുണ്ട്. ഈ തിളപ്പിക്കുമ്പോൾ ഇവയെല്ലാം നഷ്ടപ്പെടും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞ് തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കണം എന്ന് പറയുന്നു. അപ്പം എല്ലാവരും പേടിച്ച് ഈ വെള്ളത്തിനെ എടുത്ത് തിളപ്പിക്കുകയാണ്. തിളപ്പിച്ചിട്ട് അതിലെ മിനറൽസ് എല്ലാം ഇല്ലാണ്ടാക്കിയിട്ടാണ് കുടിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പം നമുക്ക് കിട്ടേണ്ട, അങ്ങനെ ആ ജലത്തിൽ നിന്ന് കിട്ടേണ്ട വസ്തുക്കളൊന്നും നമുക്ക് കിട്ടാതെ വരുന്നുണ്ട്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടം മാറിയതുകൊണ്ടാണ്. വെള്ളം ഒന്നും നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിലും കോളിഫോം ഉൾപ്പെടെയുള്ള ബാക്ടീരിയാസിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. അപ്പം എല്ലാവർക്കും പേടിയാണ്. പക്ഷേ ഇപ്പോഴും എനിക്കറിയാവുന്ന ഒരാളുണ്ട്. എന്ന് വെച്ചാൽ ഒരു വീടുണ്ട്, എൻ്റെ സ്വന്തം വീടല്ല, എൻ്റെ സ്വന്തം ആൾക്കാരാണ്. എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ അമ്മായി ഇപ്പോഴും കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ട് വന്ന് വെച്ച് മൺകലത്തിൽ ഒഴിച്ചു വയ്ക്കും വെള്ളം. ആ വെള്ളം അതുപോലെയാണ് കുടിക്കുന്നത്, അല്ലാതെ തിളപ്പിച്ച വെള്ളം കുടിക്കില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം അത് നമുക്കൊരിതാണ്. പിന്നെ നമ്മൾ കുഴൽക്കിണറുണ്ടല്ലോ, ബോർവെൽ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ, അതാണ്. അപ്പം നമ്മുടെ അവിടെ നല്ല വെള്ളമാണ്. അപ്പം ചിലർ ആ വെള്ളം ചോറ് വയ്ക്കാൻ ഉപയോഗിക്കില്ല, ചിലർ ചായ വയ്ക്കാൻ ഉപയോഗിക്കില്ല. അപ്പോൾ ഇവിടെയൊക്കെ പൈപ്പിൽ നിന്നുള്ള വെള്ളം കുടിച്ചിട്ട് അവിടെ ചെന്ന് ആ വെള്ളത്തിലുള്ള ചായയോ കട്ടനോ ഒക്കെ കുടിക്കുമ്പോൾ ഇതെന്തൊരു വെള്ളമാണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്നത് എന്താ, നല്ല ശുദ്ധമായ വെള്ളം തന്നെയാണ്. പക്ഷേ ഈ അല്ലാതെ പുറമേ ഉള്ള ടാപ്പിൽ നിന്നുള്ള വെള്ളം കിട്ടുന്നവർക്ക് ഇത് തമ്മിൽ നല്ല വ്യത്യാസം തോന്നും. അതെന്താണ്, അത് ശരിയാണ്, ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമുക്കത് ഫീൽ ചെയ്യും. ഇവിടെ നിന്ന് കണ്ടിന്യൂസ് വെള്ളം കുടിച്ചിട്ട് അവിടെ ചെന്ന് കുടിക്കുമ്പോൾ വ്യത്യാസം ഫീൽ ചെയ്യും. പക്ഷെ നല്ല വെള്ളം ഏതാണ്, നമുക്ക് തന്നെ അറിയാം നല്ല വെള്ളം ഏതാണ്. നമുക്ക് മായം ചേരാത്ത വെള്ളം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ എല്ലാവരും തിളപ്പിച്ചാണ് കുടിക്കുന്നത്. ഫിൽട്ടർ ചെയ്യുക, അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്ത് എടുക്കും. ഇതൊക്കെ തന്നെ ഇത്രയൊക്കെ തിളപ്പിച്ചാലും ഇതിലെന്തെങ്കിലും കീടാണുക്കളുണ്ടെങ്കിൽ അതൊക്കെ ചാവുന്നുണ്ടോ, ഫിൽട്ടർ ചെയ്യുമ്പോഴും ചാവുന്നുണ്ടോ ഒന്നും നമുക്കറിയില്ലല്ലോ അല്ലേ. നമ്മൾ വാങ്ങിക്കുന്ന വെള്ളം എന്താണ്, കുപ്പി വെള്ളം എന്ന് പറയുന്നത് വെയിൽ കൊള്ളിക്കാൻ പാടില്ലെന്നാണ് അല്ലേ. വെള്ളത്തിൽ എന്ന് വെച്ചാൽ അത് പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. ചൂടടിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിൽ നിന്ന് പ്രവർത്തനങ്ങളുണ്ടായിട്ട് വെള്ളം മോശമായി മാറും. ആ വെള്ളം കുടിച്ചാൽ ക്യാൻസർ ഉൾപ്പെടെ വരും, അത് ഉറപ്പാണ് കാര്യം. പക്ഷേ ഈ വെള്ളം കൊണ്ട് വരുന്ന വണ്ടി കണ്ടിട്ടുണ്ടോ, വേണമെങ്കിൽ ഒരു പുറമെ ഒരു പേരിന് ഒരു ഇത് കെട്ടി വെക്കും, ഒരു മറ കെട്ടി വയ്ക്കും മുകളിൽ. അത് കുറച്ച് നേരമൊക്കെ കാണത്തുള്ളൂ. ഈ കാറ്റൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ അത് അതിൻ്റെ വഴിക്ക് പറന്നു പോകും. കൂടുതലും വെയിൽ കൊണ്ടിട്ട് തന്നെയാണ്. ചില കടകളിലിരിക്കുമ്പോഴോ വെയിലത്താണ് ഇരിക്കുന്നത്. ഞാൻ 1-2 പ്രാവശ്യം ഇങ്ങനെ ഈ വണ്ടിയെ വരുന്ന നമ്മുടെ അടുത്തൊരു കടയിൽ, നമുക്കൊരു കടയുണ്ട്, അപ്പോൾ അവിടെ ഞാൻ ചോദിക്കും, നിങ്ങളിത് കവർ ചെയ്യാതാണ് ഈ കൊണ്ട് നടക്കുന്നത്, മോശമല്ലേ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് ഇത്രയും നേരം ഉണ്ടായിരുന്നു, ഞങ്ങളിപ്പം വെയിൽ മാറിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് മാറ്റിയതാണ് എന്നൊക്കെ എന്നോട് പറയും. അപ്പം ആ ഒരവസ്ഥയിലാണ്. എന്താണിപ്പം നമ്മുടെ ജീവൻ്റെ കാര്യം പോലും പറയാൻ പറ്റില്ല അല്ലേ. നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് നമ്മളുടെ കാര്യമാണ്. ജീവൻ എന്ന് പറയുന്ന ആളുടെ കാര്യമല്ല കേട്ടോ. നമ്മുടെ ജീവന് മൊത്തം ഭീഷണിയാണ്, ഇല്ല അസുഖങ്ങളുടെ.
എന്ത് ചെയ്യാം, നമ്മളൊക്കെ തന്നെ നമ്മുടെ സൗകര്യത്തിന് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. ആ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് തന്നെ ദോഷമായി മാറുന്നു. ശരിയല്ലേ?